അരി ഇവരെ മിഷനിലേക്ക് മുകളിലേക്ക് പോകും, ബാക്കി മറ്റേ നമ്മുടെ കച്ചിയില്ല അത് പുറകോട്ടും പോകും. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഗൂഡല്ലൂർ വന്നപ്പോ ഒരു പാടം കണ്ടേ. അപ്പൊ പാടം കണ്ടപ്പോ അവിടെ പാടം മെഷീൻ ഉപയോഗിച്ച് കൊയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ നെൽകൃഷി അപ്പൊ നെൽകൃഷി ഇട്ടിട്ടുണ്ട്. അപ്പൊ നെല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അപ്പൊ നമുക്കൊരു കൗതുകം തോന്നി. അപ്പൊ നമുക്കൊരു ആളെ കിട്ടി, ഇതിന്റെ ഓണറെ കിട്ടി. ചേട്ടന്റെ പേരെങ്ങനെയാ? സുന്ദരൻ. ഇവിടെ ഉള്ളത് തന്നെ ഗൂഡല്ലൂര്. ചേട്ടൻ ശരിക്കും മലയാളിയാണോ അതോ? മലയാളിയാ. ആളുടെ വൈഫാട്ടോ അവിടെ. ആളുടെ വൈഫ് കൃഷി മറ്റേ നെല്ല് ചെയ്യുന്നു. ചേട്ടാ ഇത് ശരിക്കും ഇത് എത്ര സ്ഥലമുള്ള? 20 ഏക്കറുണ്ട്. 20 ഏക്കർ. ഓ ഇത് അങ്ങോട്ടൊക്കെ ചേട്ടന്റെ? ആ ഓ ഇതിൽ കുറച്ച് സ്ഥലത്ത് നെല്ല് ബാക്കി കമുക്, പിന്നെ പച്ചക്കറി കൃഷിയുണ്ട്. ഓ ഇതൊക്കെ പാവലിടുന്നുണ്ട്. ഇതൊക്കെ ഇനി പാവലിടാനുള്ളതാ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊരു 1 ഏക്കറോളം നെല്ല്. ഒരു ഏക്കർ നെല്ല്. ബാക്കി പല കൃഷിയും കാര്യം മേലുണ്ട്. ചായ കാപ്പിയൊക്കെ ഉണ്ട് മേലെ. വീട് മേലെ. ചേട്ടന് ഇവിടെ 20 ഏക്കറാണോ ഉള്ളത്? ഇവര് 4 ആമക്കള് പങ്കിട്ടാണ് 20 ഏക്കർ വെച്ചല്ലേ. ഓക്കെ. ഫുൾ കൃഷിയായിരുന്നു. ഇപ്പൊ കൃഷി പകുതി കമ്മിയാക്കി. കൃഷി കുറച്ചതാണ്. കുറച്ചിട്ട് കമുക്, പച്ചക്കറി, അത് ചായ കാപ്പി അങ്ങനത്തെ ഓരോരോ കൃഷികളിലേക്ക് മാറുകയാണല്ലേ. ഓക്കെ. ഇത് ശരിക്കും നമ്മള് മിഷൻ ഇവിടെ സർക്കാരിന്റെ ആണോ അതോ പ്രൈവറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊണ്ടുവരിക? മണിക്കൂറിന് അവരൊന്ന് കൊയ്ത് നമുക്ക് തരും. എന്നിട്ട് കിലോയ്ക്ക് ഇത്ര എന്നാണ് അതോ? മണിക്കൂറിന്. ഓ നമുക്ക് ഒരു ഏക്കറൊക്കെ കൊയ്യുന്നതിന് എത്ര? മണിക്കൂറിന് 2500. ഒരു മണിക്കൂറിന് 2500. 2400. ഓ നമുക്ക് 1 ഏക്കറൊക്കെ ആക്കണമെങ്കിൽ ഓൾമോസ്റ്റ് എത്ര സമയം എടുക്കും? 3 മണിക്കൂറാവും. 3 മണിക്കൂർ എടുക്കും. ഓ ഓക്കെ അങ്ങനെയാണ് അല്ലേ. ഇപ്പൊ പണ്ടൊക്കെ മാടിലല്ലേ കഴിക്കുന്നത്. 2400 രൂപ. ഇത്ര മാത്രം കൊയ്തപ്പോഴേക്ക് 2400 രൂപ. അതേപ്പോ പണ്ടൊക്കെ മുതലാവും. ഇപ്പൊ കൃഷി കുറവാ. ഇതിപ്പോ വിളവ് കുറവാണോ അതോ? വിളവ് കുറവാണ്. വിളവാണല്ലേ. അമ്മ ആളെയും കാണിച്ചു. വളം ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം. ഓ അതെന്ത് പറ്റി അപ്പൊ ഈ പ്രാവശ്യം? മുതലാവാത്തോണ്ട. ഓ ആണല്ലേ. ഓ ഇത് ശരിക്കും ഏതാ അരി വരുന്നത്? ഭാരതി. അതായത് നമ്മുടെ ചുമന്ന ഇതാണോ? ചുമന്ന അരി. നമ്മുടെ ഇവിടെ മറ്റേ അരി കുറവാണോ? ഇല്ല. പഴയ നെല്ലൊക്കെ പോയി. ഇപ്പൊ നല്ല കൂലി കൂടുതലായി പോയി. വാടക കൂടുതൽ. നെല്ലിന് വില കമ്മി. നെല്ലിന് വില കുറവ്, കൂലി കൂടുതലും അല്ലേ. മുതലാതെ നമ്മള് കുറച്ച് വീട്ടാഴ്ചക്ക് മാത്രം ചെയ്യാം. പൈസയുള്ള കൃഷി ഉണ്ടാക്കി ചെയ്യാം. ഓ അങ്ങനെ കൃഷി മെല്ലെ മെല്ലെ വിടുകയാണ് അപ്പൊ. ഓ ചേട്ടന്റെ ആണ് പിന്നെ പയറും കാര്യങ്ങളൊക്കെ അല്ലേ? ചേട്ടന്റെ മകന്റെ. ഓ അവരുടെയാണ് പയറൊക്കെ അല്ലേ. ഓ ചേട്ടൻ ഇനിയിപ്പോ നിങ്ങൾ എന്നത്തേക്ക് മറ്റേ ഇനി പാവലൊക്കെ കുഴിച്ചിടുന്നപ്പോ? റെഡിയായി. പാടം റെഡിയായി. തൈ നടണം. ഇനി തൈ കൊണ്ടുവന്ന് നടണം അല്ലേ. കൂടെ വെച്ചേക്കല്ലേ. ഓ എന്താ ഇവിടെ മറ്റേ ഇതുണ്ടോ? ആന ശല്യം അങ്ങനെ എന്തെങ്കിലും? ആന വരും. ഓ ആന റോഡ് കൂടി വരും. റോഡിലൂടെ ആന വരും. അവിടുന്ന് അല്ല അപ്പൊ നമ്മള് വയലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആകെ പക്ഷെ കറണ്ട് ഉണ്ടാവും. ഇതില് കറണ്ട് ഇതൊക്കെ കറണ്ട് വരും ഇതിലൂടെ. പെൻസിലിങ് ചെയ്യും അല്ലേ. അപ്പൊ അടിച്ചിട്ട് നേരെ പോയിക്കളി. ഇനിയിപ്പോ മെല്ലെ മെല്ലെ എല്ലാരും കൃഷിയൊക്കെ മെല്ലെ വിടുകയാണ്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാം. ഞങ്ങള് നമുക്ക് അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അവിടെ കവുങ്ങും തെങ്ങും റബ്ബർ. ഇവിടെ ഇങ്ങോട്ട് റബ്ബർ ഇല്ലല്ലോ. റബ്ബർ ഉണ്ടായിരുന്നൊക്കെ വെട്ടിക്കളഞ്ഞു. റബ്ബറുകളൊക്കെ വെട്ടിക്കളഞ്ഞു. പാലില്ല അവിടെ കിട്ടില്ല. ഇവിടെ തണുപ്പായോണ്ടായിരിക്കും. നമുക്ക് അങ്ങോട്ട് റബ്ബറാ. ചൂട് വേണം. അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ അവിടെയൊക്കെ റബ്ബറൊക്കെ വെട്ടിട്ട് കമ്മ വെട്ടി. ഇപ്പൊ മറ്റേ കുണ്ടിക്കും ചൗച്ചൗലേക്ക് കുറെ ആൾക്കാർ വരുന്നുണ്ടോ? ഇതവിടെ വരുന്ന വഴിക്കുണ്ടായിരുന്നല്ലോ. ഞങ്ങള് വരുന്നതൊക്കെ കേറി അവിടെ കണ്ടു. ഇവിടെ ഇട്ടിരുന്നു. കഴിഞ്ഞ ഇതൊക്കെ ഫുള്ള് ഇട്ടിരുന്നു.
ഇക്കൊല്ലം വില കുറേതായി കിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം ഇപ്പൊ 14 രൂപയോ വില കൂടി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് 2 രൂപ 3 രൂപയ്ക്ക് എത്തിയാന്നു. അങ്ങനെ ഇത് മാർക്കറ്റ് കിട്ടിയാലേ ഇതിനൊക്കെ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇത് മുതലാവണമെങ്കിൽ കായ് കിട്ടണം, വില കിട്ടിയാലേ. അല്ലാതെ ഇപ്പൊ വെറുതെ നമ്മള് പണിയെടുത്തിട്ട്. ഇവിടുത്തെ ശരിക്കും വെയിലിന് അധികം ചൂടില്ലല്ലേ? നമ്മുടെ അങ്ങോട്ട് അവിടുത്തെ ചൂടില്ല. അല്ല അവിടെ ഇങ്ങനെ ഈ ഇത്ര വെയിലത്തൊന്നും നമുക്ക് നിക്കാൻ പറ്റത്തില്ല. ചൂട് ഇവിടെ കുറവാ. ഇവിടെ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ ഭയങ്കര തണുപ്പാന്നു അല്ലേ? ഇപ്പോഴാണ് കുറച്ച് വെയിൽ വന്നത്. ഇതിപ്പോ ഓൾമോസ്റ്റ് എത്ര ഇത് വരും ചേച്ചി? ഇതൊരു 5 കിണ്ടൽ വരും. 5 കിണ്ടൽ വരും അല്ലേ? 5 കിണ്ടൽ വരും ഉണ്ടാവൂലേ? ഇത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വീട്ടിലേക്കുള്ള വീട്ടുകാർക്ക് മാത്രം ചെയ്യും. ഒരു കൊല്ലം തിന്നല്ലോ. ഒരു കൊല്ലം. ഓ, പുഴുങ്ങിയിട്ട് നിങ്ങള് കുത്താൻ കൊടുക്കും. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അരി കിട്ടും, അല്ല പുറത്തേക്ക് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ആദ്യം 10 കിണ്ടൽ 20 കിണ്ടലൊക്കെ കൊടുക്കുവായിരുന്നു. ആദ്യം ഫുള്ളായി ചെയ്യുന്നല്ലേ, ഫുള്ള ചെയ്യുന്നത്. അന്ന് വില കമ്മി. അതായത് കൃഷി നിൽക്കാനുള്ള പരിപാടിയാണ്. ആദ്യം കൊടുക്കും, പിന്നെ സ്വന്തം ആവശ്യത്തിന് കുറച്ച്, പിന്നെ അതും ഇല്ലാത്ത രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 300 രൂപ വണ്ടി വാടക. ഇന്ന് വണ്ടി വാടക നോക്കുക 1800, 2000 അതൊക്കെയാണ്. 1500, 1800 ഒക്കെയാണ് വണ്ടി വാടക ട്രാക്ടറിന് പൂട്ടുന്നതിന്. അത്ര 2900 ആയി ഇപ്പൊ ഈ കൊല്ലം. 2900 കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒക്കെ മുതലാവണില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കുറച്ച് ചെയ്തിട്ട് ബാക്കി വേറെ നെല്ല് വാങ്ങലോ. അങ്ങനെ അരി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. കൃഷി ചെയ്താലേ നെല്ല് കിട്ടുള്ളൂ, അത് ശരിയാ. പക്ഷെ ഞങ്ങൾ വാങ്ങുന്ന മാതിരി വരില്ല. വാങ്ങുന്നത് നമ്മൾ സ്വന്തം ഉണ്ടാക്കണ. നമ്മുടെ വേറൊരാള് വന്നിട്ട് ആള് കൃഷിനെ കുറിച്ച് പറഞ്ഞു തരും കേട്ടോ. എന്തായാലും കൊള്ളാം. അതൊക്കെ നമ്മള് കാണിക്കൂ. അതിനി ഇങ്ങോട്ട് വരുവോ? ഇവിടെ വീഡിയോ വരുമ്പോ വീഡിയോ എടുക്കാൻ വരും. ഇങ്ങോട്ട് ഇവിടെ കൊണ്ടു വിടുവോ? അല്ല. ഓ, ഞാനിത് ആദ്യമായിട്ടോ കാണുന്ന. ഇങ്ങനെ ഈ പാടത്ത് ഇങ്ങനെ കൊഴിയുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട്. ഈ മെഷീൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കൊയ്തിട്ട് ഇതിന്റെ അരി ഇവരെ മിഷനിലേക്ക് മുകളിലേക്ക് പോകും. ബാക്കി മറ്റേ നമ്മുടെ കച്ചിയില്ല, അത് പുറകോട്ടും പോകും. പക്ഷെ വേറൊരു മിഷൻ ഉണ്ട്, അതാവുമ്പോ എങ്ങനെ കെട്ടായിട്ട് തന്നെ നമുക്ക് കച്ചി കിട്ടും. ഇത് അങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഇത് കൊയ്ത് എടുക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ കേട്ടോ. കർഷകരൊക്കെ കൃഷി വിടുക കേട്ടോ. നമ്മൾ നേരത്തെ ഒരാളോട് സംസാരിച്ചില്ല, ആള് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇതില്ല, ആളിപ്പോ സ്വന്തം ആവശ്യത്തിനായിട്ട് മാത്രമേ ഉള്ളൂ വിത്ത് കൊയ്ത് എടുക്കുന്നതെന്നുള്ള രീതിയില്ല. പണ്ടൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതിന്റെ പരിപാടി ഒന്നും ഇല്ലാതാണ്. നമ്മുടെ നാട്ടിൽ ഇതും കൂടെ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ഗുഡല്ലൂർ വന്നപ്പോ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. കൊള്ളാല്ലേ? കൊള്ളത്തില്ലേ? ആ കിളിയൊക്കെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ കേറി പോകുന്നു. എന്റെ മോനെ, വൈകുന്നേരം തന്നെ കൊണ്ടുപോകും. ഇത് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉണക്കണോ? ഉണക്കിയിട്ട് പുഴുങ്ങിയിട്ട് വേണം കുത്താന്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. ഓ, അതിനാണ് ഓക്കെ 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 ഓക്കെ. വീട്ടാവശ്യത്തിനുണ്ടോ അല്ലെ? ഓക്കെ. 40 മിനിറ്റൊക്കെ കൊടുത്ത. ഇതൊക്കെ നെൽകൃഷിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത്ര ഒതുങ്ങി എല്ലാം കൊണ്ട്. ഓക്കെ. എല്ലാരും കവുങ്ങ് കൃഷിയിലേക്കൊക്കെ മാറി അല്ലേ? 55. ഓ, അപ്പൊ അങ്ങനെ ആവുമ്പോ കവുങ്ങ് കൃഷി ആയിരിക്കും ഒന്നുകൂടെ. ഓ, ഒരു മരം. നമ്മുടെ അവിടെയൊക്കെ കവുങ്ങ കൂടുതൽ ഇപ്പൊ. ഓക്കെ. അത്ര ഉണ്ട്. ഓക്കെ. ഓക്കെ. വാങ്ങുന്ന അരിയൊന്നും പോരാ, കെമിക്കൽ ഇട്ടിട്ട്.
നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്തായാലും. നല്ല സൂക്കറൊക്കെ വരും. ആ. നല്ല അരി വെച്ച് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ, നിങ്ങളപ്പോ പുറത്തുനിന്ന് വാങ്ങാറേ ഇല്ല? ഞങ്ങൾ കുറേ അത്രേ ഉള്ളൂ. അല്ലാതെ പശുവിന് കൊടുക്കും. ആ നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് തന്നെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാന്ന് ചേച്ചിക്ക് താങ്ക് യു ചേച്ചി. ഓക്കെ, ശരി, കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ നെല്ലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി ഉണ്ടാവും. കാരണം നെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ നെല്ലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കൗതുകമായി തോന്നി. അതാ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ. റായൽ ബൈ പറഞ്ഞേ.